നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്, ഞാൻ യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു, ഞാൻ സ്പിരിച്വലി മൂവ് ചെയ്യുകയാണോ എന്നൊരു സംശയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരാറുണ്ട്. എന്നാൽ നിങ്ങൾ ആ സംശയം മനസ്സിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഒരു സെൽഫ് അനാലിസിസ് ചെയ്ത് നോക്കുക, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കുക, യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ കുറച്ച് പേർ മാത്രമാണ്. അതായത് 100% വെറും 20% ആളുകൾ മാത്രമാണ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. എല്ലാവരും യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല. അതായത് സ്പിരിച്വലി അവേക്കണിങ് ഉള്ള ആളുകളല്ല. ഇപ്പോൾ നമ്മുടെ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മധ്യപ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും സ്പിരിച്വലി മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്, അല്ലേ? അതെന്തുകൊണ്ടാണ്? ജീവിതത്തിൽ നിന്നും വളരെ എക്സ്പീരിയൻസ് കൈവരിച്ച് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് സഞ്ചരിക്കണം, എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ സ്പിരിച്വലി മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ചില ആളുകൾ സ്പിരിച്വലി മൂവ് ചെയ്ത് കഴിഞ്ഞാലോ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ യൂണിവേഴ്സിനെ അറിയുക എന്നുള്ളത് ഒരു നിസ്സാര സംഭവമല്ല. അപ്പോൾ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, എല്ലാവരുമല്ല. അതായത് യൂണിവേഴ്സിനോട് അടുക്കുക എന്നുള്ളതൊരു നിസ്സാര സംഭവമല്ല. യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കുക, പ്രാപഞ്ചിക ശക്തി എന്താണെന്ന് അറിയുക, യൂണിവേഴ്സിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതെല്ലാം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ യൂണിവേഴ്സിലേക്ക് അടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം മാത്രമാണ്. യൂണിവേഴ്സിൽ നിന്നും വിളി വരുന്നവർ മാത്രമാണ് യൂണിവേഴ്സിലേക്ക് അടുക്കുന്നവർ, എല്ലാവരുമല്ല. ഇപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് ട്രാജഡീസിൽ തന്നെ കടന്നു പോയിട്ടുണ്ട്. പലതും അച്ചീവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഓരോരോ കാര്യങ്ങൾ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും യൂണിവേഴ്സിൽ നിന്നുള്ള എനിക്കുള്ള ബ്ലെസ്സിങ്സ് കൊണ്ടുമാണ് ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഉറച്ച് വിശ്വസിക്കുക, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചിക ശക്തി നിങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ യൂണിവേഴ്സിൽ നമ്മൾ പിറന്നു വീണു, ഈ ഭൂമിയിൽ നമ്മൾ പിറന്നു വീണു എന്നുള്ളത് നിസ്സാര സംഭവമല്ല. അപ്പോൾ യൂണിവേഴ്സ് നമ്മളെ കാണുന്നുണ്ട്, ഈ പ്രാപഞ്ചിക ശക്തി നമ്മളെ കാണുന്നുണ്ട്. നമ്മൾക്ക് ചുറ്റും വലയം ചെയ്തിരിക്കുന്ന ഒരു ഊർജ്ജ ശക്തിയാണ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സ് നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നതും യൂണിവേഴ്സിലേക്ക് അടുക്കുന്നതും എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കിയാൽ, ഈ യൂണിവേഴ്സിനെ മനസ്സിലാക്കിയാൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. എ ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ്, അതായത് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാണാം. നമ്മൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങൾ, അവരുടെ വികലമായ മനസ്സുകളെല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടെയെല്ലാമാണ് നമ്മൾ തള്ളപ്പെടുന്നത്, എവിടെയെല്ലാമാണ് നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്, വെൽക്കം ചെയ്യപ്പെടുന്നത്, എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ ശക്തികളെയും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുവാനും കഴിയും. അപ്പോൾ യൂണിവേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല. അപ്പോൾ യൂണിവേഴ്സിലേക്ക് ആരെല്ലാമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമുള്ളൂ, യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. എത്രമാത്രം നമ്മൾ ട്രൈ ചെയ്താലും, എത്രമാത്രം സ്ട്രഗ്ലിങ്സിലൂടെ കടന്നുപോയാലും യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല. അത് വിളി വന്നവർക്ക് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമുക്ക് ആദ്യം മുതൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ഈ പ്രപഞ്ചശക്തിയെ എനിക്ക് മനസ്സിലാക്കണം, ഈ പ്രപഞ്ചശക്തിയിലുള്ള ഊർജ്ജത്തെ മനസ്സിലാക്കണം എന്നെല്ലാം ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ആളുകൾ മാത്രമാണ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യൂണിവേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളൊരു നിസ്സാര കാര്യമല്ല. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളൊരു നിസ്സാര കാര്യമല്ല. ഇന്നത്തെ യുഗത്തിൽ എല്ലാവർക്കും തിരക്കാണ്. പ്രാർത്ഥനയ്ക്കോ മെഡിറ്റേഷനോ മാനിഫെസ്റ്റേഷനോ വേണ്ടി സമയം ചെലവാക്കാത്തവരാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്കുക, പാസ്റ്റിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക, പാസ്റ്റിലെ തോട്ട്സുകളെയും അതായത് ചിന്തകളെയും മുറുക്കി പിടിക്കാതിരിക്കുക, ഹോൾഡ് ചെയ്യാതിരിക്കുക, അത് വിട്ടുകൊടുക്കുക. എങ്ങോട്ടാണ് വിട്ടുകൊടുക്കുന്നത്? യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓരോ പ്രോബ്ലംസും യൂണിവേഴ്സിന്റെ മുമ്പിൽ സറൗണ്ടർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സ് നമ്മുടെ മുമ്പിൽ സഞ്ചരിക്കുന്നുണ്ട്, നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നുണ്ട്.
ഒരു മെഴുകുതിരി വെളിച്ചം പോലെ നമ്മളുടെ മുന്നിൽ ഒരു വഴി കാട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വൈറ്റ് ബോൾ തന്നെയാണ് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ അതിനെ കൈയെത്തിച്ച് പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളുമുണ്ട്, അത് മനസ്സിലാക്കുക. യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ ആരെല്ലാമാണ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ? യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഈ പ്രാപഞ്ചിക ശക്തിയെ മനസ്സിലാക്കാനും യൂണിവേഴ്സിനെ മനസ്സിലാക്കാനും യൂണിവേഴ്സ് തിരഞ്ഞെടുക്കുന്ന ചില ആളുകളുണ്ട്. അവർ മാത്രമാണ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, അവർ മാത്രമാണ് വിളിക്കപ്പെടുന്നവർ.